രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് നമ്മളെടുത്തു, അതിൻ്റെ പരീക്ഷയൊക്കെ നടത്തി. പക്ഷേ പരീക്ഷ നടന്നെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ പ്രതീക്ഷിച്ച യാതൊരു ഫലവും പരീക്ഷയിൽ ഉണ്ടായില്ല. അത് മാർക്ക് കിട്ടിയപ്പോഴും നിങ്ങൾക്ക് ബോധ്യമായി കാണും. 3 പാഠങ്ങളായിരുന്നു. ഒന്നാമത്തെ യൂണിറ്റിൽ 4 പാഠങ്ങളുണ്ട്. പക്ഷെ നമ്മൾ 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനിയല്ല, എല്ലാ യൂണിറ്റുകളിലും 3 പാഠങ്ങളാണ്. അതിൽ 2 പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ. ഇനിയുള്ള പാഠങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കണം. അത് നിർബന്ധമാണ്. ഏതായാലും നമുക്ക് പരീക്ഷയ്ക്ക് സ്കൂളിൽ പോകേണ്ടി വരും. 9ാം ക്ലാസ്സിലെ പോലെ അല്ല. ആ ബോധ്യത്തോടെ ഇനിയുള്ള പാഠങ്ങൾ അതുപോലെ പഠിക്കും. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് അയാം കലാം കെ ബഹാനി. അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അയാം കലാം കെ ബഹാനി. ഫിലിം ലേഖ് എന്ന് കിടപ്പുണ്ട്. ഒരു സിനിമ ചിത്രീകരണമാണ്. നമ്മുടെ ലേഖകന്റെ പേര് മിഹിർ എന്നാണ്. മിഹിർ പാണ്ഡേയ് എന്നാണ് പൂർണ്ണമായിട്ടുള്ള പേര്. നമ്മുടെ ടെസ്റ്റിൽ തന്നെ ആ കവിയെ പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് എഴുതിയിട്ടിട്ടുണ്ട് മിഹിർ പാണ്ഡേയ്. നമ്മുടെ ടെസ്റ്റിന്റെ ഫ്രണ്ടിൽ മിഹിർ എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ പേര് മിഹിർ പാണ്ഡേയ്. അയാം കലാം, അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. പിന്നെ കെ ബഹാനെ എന്നൊരു വാക്ക് കിടപ്പുണ്ട്. ഒഴിവ് കഴിവ് എന്നാണ് വേടിന്റെ പേര്. എക്സ്ക്യൂസ് പറയും. ISS എന്നുള്ള വേടിഞ്ഞാണ് കെ ബഹാനെ. അപ്പൊ നമ്മൾ മറ്റു പാഠത്തെ പോലെ പാസേജുകൾ വായിച്ചിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് വലിയ പാസേജുകളാണ്. അതുകൊണ്ട് ഓരോരോ സെന്റൻസുകൾ വായിച്ചിട്ട് വേർഡ് മീനിങ് പറഞ്ഞു പോകും. അപ്പം ഫിലിം ലേഖനമാണ്. മിഹിർ എന്നാണ് ലേഖകന്റെ പേര്. ഫിലിമിന്റെ പേരാണ് അയാം കലാം. അയാം കലാം എന്ന് വേണം വായിക്കാൻ. IM കലാം എന്നാണ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ചേർത്ത് വായിക്കുമ്പോൾ അയാം കലാം. അതാണ് സിനിമയുടെ പേര്. गाँव के स्कूल में मेरा एक साथी था मोहब्बत. ഗ്രാമത്തില് സ്കൂളിൽ गाँव के स्कूल में मेरा एक साथी था. എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. സാത്തി വേർഡ് നിങ്ങൾക്ക് അറിയാവുന്നതാ, മോർപാൽ. കൂട്ടുകാരൻ്റെ പേരാണ് മോർപാൽ. അപ്പം ഗ്രാമത്തിലെ സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു മോർപാൽ. അപ്പം അതിനകത്ത് മേര എന്നുള്ള കഥാപാത്രമുണ്ട്. മേര അത് നമ്മുടെ ലേഖകനാണ്, അതായത് മിഹിർ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, മിഹിർ നമ്മുടെ ലേഖകനാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ പേരാണ് മോർപാൽ. അപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യനുകളാണ്. മോർപാൽ ആരാണെന്ന്, മോർപാൽ കോൺ ഹെ എന്ന എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിഹിർ കാ സാത്തി അല്ലെങ്കിൽ ദോസ്ത്, മിത്ര, ഏത് വേർഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. മിഹിറിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഈ പാഠത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. പഴയ പുസ്തകത്തിനകത്ത് ഈ പാഠം കാണത്തില്ല. കഴിഞ്ഞ വർഷം എഴുതി അഡീഷണലായിട്ട് വന്ന ഒരു പാഠമാണിത്. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന വേറെ ഒരു ഫിലിം ലേഖനമായിരുന്നു. അത് മാറ്റിയിട്ടാണ് പുതിയ ഒരു ഫിലിം ലേഖനം വന്നത്. രണ്ടും സിനിമയാണ്. പക്ഷേ പഴയ പാഠത്തിനകത്ത് വേറൊരു സിനിമ, ഇത് പുതിയൊരെണ്ണം. അപ്പം കഴിഞ്ഞ വർഷമാണ് വന്നത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യനുകൾ ഒരുപാട് വന്നിട്ടില്ല. അതുകൊണ്ട് പാഠം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കണം. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था. एक LOK लुक. लुक यानी लुक के देखना. वही मोरपाल, ആ മോർപാൽ, ജിസ്നെ ഏക് ബാർ, അവൻ ഒരു പ്രാവശ്യം, ഒരിക്കൽ, ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ, ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ്റെ പേരാണ് തിവാരി. അല്പം ബഹുമാനോടെ കൊടുത്തിട്ട് തിവാരി ജി കോ. ലുക്ക് കാ മതലബ്, ലുക്ക് വേർഡിൻ്റെ അർത്ഥവും, സഹി ഹിജ്ജെ പൂച്ചേ ജാനെ പർ, സഹി ശരി, ശരിയായ സ്പെല്ലിങ് ആണ് ഹിജ്ജെ. പൂച്ചേ ജാനെ പർ ബതായ ഥ, ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. പൂച്ചന ചോദിക്കുക, ബഥാന പറയുക. ഇതൊക്കെ നമുക്ക് നേരത്തെ പഠിച്ചു പരിചയമുള്ള വേർഡുകളാണ്.
അപ്പോൾ അധ്യാപകനോട് ലുക്ക് വേർഡിൻ്റെ അർത്ഥവും അതിൻ്റെ ശരിയായ സ്പെല്ലിങ്ങും ചോദിച്ചു. കൂട്ടുകാരനായ മോർപ്പാലാണ് ചോദിച്ചത്. ഇംഗ്ലീഷ് അധ്യാപകനോട്, ഇംഗ്ലീഷ് അധ്യാപകൻ്റെ പേരാണ് തിവാരി ജി. അപ്പോൾ അധ്യാപകൻ്റെ മറുപടിയാണ് LOOK ലുക്ക്. LOOK ലുക്ക് സ്പെല്ലിങ് പറഞ്ഞു. ലുക്ക് എന്നിട്ട് കുട്ടിയോട് പറയാം ലുക്ക് യാനി, അതായത് ലുക്ക് കെ ദേക്കിന, നോക്കി നോക്കി കാണുക. ലുക്ക് കെ ദേക്കിന, നോക്കി നോക്കി കാണുക. नाम का पहला अक्षर मिलने की वजह से क्लास की धरी पट्टी पर हमारी बैठने की जगह भी साथ ही थी. नाम का पहला अक्षर मिलने की, പേരിൻ്റെ ആദ്യത്തെ അക്ഷരം കിട്ടിയ കാരണത്താൽ, അതായത് മെഹറും മോർപ്പാലും ഈ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച് ആ കാരണത്താൽ, കാരണത്തിൻ്റെ വാക്കാണ് വജഹ്. കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാരണം, അതിന് പകരമാണ് വജഹ്. ക്ലാസിക്ക് ധരി പട്ടിപ്പർ, ക്ലാസ്സിൽ പരവതാനിയിൽ തറയിലൊരു വിരിപ്പിടും, അതിൻ്റെ പുറത്താണ് കുട്ടികൾ ഇരിക്കുന്നത്. നമ്മളെ ഇപ്പോഴത്തെ പോലുള്ള ആ ഒരു സാഹചര്യമല്ല ക്ലാസ് റൂമുകൾക്ക്. ബെഞ്ചിലും ഡെസ്കിലും ഒന്നുമല്ല, തറയിലൊരു വിരിപ്പിടുക. ആ വിരിപ്പിൻ്റെ വാക്കടക്കുന്ന ധരി പട്ടി. അതിന് നമ്മൾ മീനിങ് എഴുതുമ്പോൾ പരവതാനി എന്ന് എഴുതും. പരവതാനി. ആ പരവതാനിയുടെ പുറത്ത് ഹമാരി ബൈട്ടിനേക്ക് ജഹഗ് ഫി, ഞങ്ങൾക്ക് ഇരിക്കുവാനുള്ള സ്ഥലവും, ബൈട്ടിനേക്ക് ജഹഗ് സാത്ത് ഹി ധി, ഒരുമിച്ചായിരുന്നു, അടുത്ത് തന്നെയായിരുന്നു. അവൻ കൂട്ടുകാരാണ്, പേരിൻ്റെ അക്ഷരം വെച്ച് ക്ലാസ്സിൽ ഇരിക്കുവാനുള്ള സ്ഥലവും അടുത്ത് തന്നെ ആയിരുന്നു. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനെ കെ ടിബെ മേ രാജമ്മ ദേഖത്തെ ഹി ബാച്യം ഗിൽ ജാത്തി थी. वही मोरपाल जिसकी मेरे खाने के टिब्बे में, എൻ്റെ ആഹാരത്തിനുള്ള ബോക്സിൽ, ടിഫിൻ ബോക്സിൽ, അതാണ് ടിബ്ബെ. രാജമ്മ പരിപ്പാണ്. ദേക്കത്തേഹി കണ്ടപ്പോൾ, എൻ്റെ ടിഫിനിലിരിക്കുന്ന രാജമ്മ എന്ന ആഹാരം കണ്ടപ്പോൾ. ആ വേർഡിൻ്റെ മീനിങ് ആണ് പരിപ്പെന്ന്. പരിപ്പ്, വലിയ പയറ് എന്നൊരു മീനിങ്ങും ഉണ്ട്. ഈ ഹിന്ദി സംസാരിക്കുന്ന ആ പ്രദേശങ്ങളിലെ ആളുകളുടെ ആഹാരമാണ് ഈ രാജ്മ. ബാച്യം ഗിൽ ജാത്തീതി, ബാച്യം ഗിൽന, വളരെയധികം സന്തോഷിക്കുക. പുതിയൊരു വേർഡാണ്, മീനിങ് പഠിക്കണം. ബാച്യം കിൽന, വളരെയധികം സന്തോഷിക്കുക. അപ്പോഴേ മോർപാലിന് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം കൂട്ടുകാരനായ മിഹ്റിൻ്റെ ടിബ്ബയിലിരിക്കുന്ന രാജ്മ കാണുമ്പോൾ. हमारा सौथा था खेल कंठी में खाने की अतला बदली का, यानी मेरे टिफिन के राजमा चावल उसके और उसके घर से आया बड़ा सा चाच का टिब्बा मेरा. हमारा सौथा था, ഞങ്ങളുടെ വിനോദമായിരുന്നു. സൗധ വേർഡിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കച്ചവടം എന്നൊരർത്ഥമുണ്ട്. കച്ചവടം. അപ്പോൾ ഇവിടെ മറ്റൊരു വേർഡാണ്, അർത്ഥമാണ് വിനോദമെന്ന്. അപ്പോൾ ഈ രണ്ട് വേർഡ് മീനിങ്ങും പഠിച്ചു വയ്ക്കണം, കച്ചവടമെന്നും വിനോദമെന്നും. ഹിന്ദി വേർഡാണ് സൗധ. അപ്പം ഞങ്ങളുടെ ഒരു വിനോദമായിരുന്നു. ക്ലാസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുമ്പോൾ ഞങ്ങളുടെ ഒരു കച്ചവടമായിരുന്നു പറയത്തില്ല, ക്ലാസ് റൂമിൽ കച്ചവടങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം കുട്ടികളുടെ ഒരു വിനോദം, അവരുടെ ഒരു സന്തോഷം, അതെന്താണെന്നാണ് പറയുന്നത്. കേൽ കണ്ഠിമേ, രണ്ട് മീനിങ് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചൊരു വേർഡാണ് കേൽ കണ്ടി. ഒന്നിലെ ഇൻ്റർവൽ സമയം അല്ലെങ്കിൽ ഡ്രില്ലിൻ്റെ പീരീഡ്. നമുക്കിവിടെ ഇൻ്റർവലിൻ്റെ സമയം എടുക്കാം, അതാണ് ഇച്ചിരി നല്ലൊരു മീനിങ്. അപ്പം ഞങ്ങളുടെ ഒരു വിനോദമാണ് ഇൻ്റർവൽ സമയമാകുമ്പോൾ ഖാനേക്ക് അതല ബത്തലിക്ക, അതല ബത്തലി, കൈമാറ്റം ചെയ്യുക, അതായത് മാറ്റി വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ ആ വേർഡ് പുതിയതാണ്, മനസ്സിലാക്കി വെക്കണം. അതല ബത്തലി, കൈമാറ്റം ചെയ്യുക, അതായത് മാറ്റി വെക്കുക. ഒരാൾ കൊണ്ടുവരുന്ന ആഹാരം മറ്റൊരാൾക്ക് കൊടുക്കുക, അയാളുടെ ആഹാരം തിരിച്ച് സ്വീകരിക്കുക, അതാണ് അതല ബത്തലി. ഇനി അത് എന്താണെന്ന് അല്പം കൂടെ വ്യക്തമാക്കിയിട്ട് പറയുക. യാനി, അതായത് മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ, എൻ്റെ ടിഫിനിലിരിക്കുന്ന, ആ ടിഫിൻ എന്നുള്ള വേർഡ് ഞാൻ നേരത്തെ പറഞ്ഞതാ, ടിബ്ബെ എന്ന് മുകളിലത്തെ സെൻറ്റൻസിൽ കിടപ്പുണ്ട്, ടിബ്ബെ എന്ന്.
ആ ടിബ്ബെ എന്നുള്ള വേർഡാണ് ഇവിടെ വ്യക്തമായിട്ട് അല്പം കൂടെ മാറ്റി നമ്മളുടേതായ രീതിയിൽ പറയുന്ന ടിഫിൻ. അപ്പം എൻ്റെ ടിഫിനിലിരിക്കുന്ന രാജ്മയും ചാവലും, ചാവൽ ചോറ്, ഉസ്കെ ഔവർ അവൻ്റെയും, ഉസ്കെ ഖർസെ ആയ അവൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന, ബെഡാസ ചാച്ചുക്ക ഡിബ്ബ മേര വലിയ മോര്, ചാച്ചെന്ന് വെച്ചാൽ മോര്, ചാച്ചുക്ക ഡിബ്ബ മേര ആ മോരിൻ്റെ പാത്രം, ആ ടിഫിൻ അത് എൻ്റേതുമാകും. അതാണ് ഇവരുടെ വിനോദം. ഇൻ്റർവെൽ സമയത്ത് ഇവർ ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൈമാറ്റ കച്ചവടമാണ്. ആഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരാൾ കൊണ്ടുവരുന്ന കുറച്ചെടുത്ത് കൊടുക്കുകയല്ല, പൂർണ്ണമായിട്ട് ഒരു ടിഫിനിലിരിക്കുന്ന ആഹാരം മറ്റൊരാൾക്ക് കൊടുക്കുക, അയാൾ കൊണ്ടുവരുന്ന ആഹാരം തിരിച്ച് സ്വീകരിക്കുക. അപ്പം നമ്മുടെ ലേഖകൻ്റെ ആഹാര രീതിയാണ് രാജ്മയും ചാവലും. കൂട്ടുകാരനായ മോർപ്പാൽ കൊണ്ടുവരുന്നതാണ് ചാച്ചുക്ക ടിബ്ബ, മോരിൻ്റെ വലിയ ഒരു പാത്രം. ഉസേ പതാ താ കി ചാച്ചു മേരെ കംസോരി ഹേ, ഉസേ പതാ താ അവൻ അറിയാമായിരുന്നു, മോര് എൻ്റെ ദൗർലഭ്യം, എനിക്കുണ്ടാകുന്ന ഒരു കംസോരിയാണെന്ന്. കംസോരി ബലഹീനത, ഇതാണ് ബലഹീനത, ദൗർലഭ്യം എന്ന് പറയും. എന്ന് വെച്ചാൽ അമിതമായിട്ട് എന്തെങ്കിലും സാധനത്തിനോട് തോന്നുന്ന ഒരു ആകാംക്ഷ, ഒരു താല്പര്യം, അതാണ് കംസോരി. അപ്പം എൻ്റെ ദൗർബല്യമാണ് ചാച്ച്, അത് കൂട്ടുകാരൻ അറിയാമായിരുന്നു. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പഹലെ കഥയി അന്ധാസ നഹീം ധാക്കി മേരെ ലിയെ രാജ്മ ജൈസെ സാമാന്യ സി ചീസ് കിസി കെ ലിയെ ഇത്തനി ഖാസ് ഹോ സക്തി ഹേ. എല്ലാ സെന്റൻസുകളും നല്ല ദൈർഘ്യമുള്ള സെന്റൻസുകളാണ്, പാസേജും അതേപോലെ നല്ല ദൈർഘ്യമുള്ളതാണ്. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പഹലെ, എന്നാൽ എനിക്ക് മോർപാലിനെ കാണുന്നതിനേക്കാൾ മുൻപ്, പഹലെ കഥയി ഒരിക്കലും, അന്താസ നഹീം ധാക്കി ഊഹിക്കാൻ പറ്റിയിരുന്നില്ല. കൂട്ടുകാരനെ കാണുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും ഊഹിച്ചില്ല, ഒന്നുകിൽ ഊഹിക്കുക അല്ലെങ്കിൽ കരുതുക, ഞാൻ അതുവരെയും കരുതിയില്ല. മേരേലിയെ രാജ്മ ജൈസി സാമാന്യസി ചീസ്, എൻ്റെ രാജമ്മ പോലെ, അതാണ് ജൈസി സാമാന്യസി ചീസ്, ഒരു സാധാരണ വസ്തു, ചീസ് വസ്തു അല്ലെങ്കിൽ സാധനം, ഒരു സാധാരണ സാധനം അല്ലെങ്കിൽ സാധാരണ ആഹാരം. കിസി കെ ലിയെ ഇത്തനി ഖാസ് ഹോ സക്തി, ആർക്കെങ്കിലും ഇത്രയും പ്രത്യേകത ഉള്ളതാകുമെന്ന്. ഖാസാണ് പ്രത്യേകത, വിശേഷപ്പെട്ടത്. അപ്പം ലേഖകൻ കൊണ്ടുവരുന്ന ആഹാരം ലേഖകന്റെ അഭിപ്രായത്തിൽ വിശേഷപ്പെട്ടതൊന്നുമല്ല, ഒരു സാധാരണ ആഹാരമാണ്, രാജ്മ അവർ ചാവൽ. പക്ഷേ മോർപാലിന് കൂട്ടുകാരനെ കണ്ടുമുട്ടിയപ്പോഴാണ് അറിയുന്നത് ഇത് ഇത്രയും വിശേഷപ്പെട്ട ഒരാഹാര സാധനമാണെന്ന്. അപ്പം സാധാരണ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു ആഹാരം, മിഹർ എന്ന് പറയുന്ന കൂട്ടുകാരൻ അത് വിശേഷപ്പെട്ട ഒരാഹാരം. അപ്പം ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ആ സാഹചര്യം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. ലേഖകന്റെ മിഹറിൻ്റെ വീടിൻ്റെ പശ്ചാത്തലം എന്താ, കൂട്ടുകാരനായ മോർപാലിൻ്റെ ജീവിത രീതി എന്താ, അതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അപ്പം ലേഖകൻ കൊണ്ടുവരുന്നത് സാമാന്യസി ചീസാണ്, വെറും ഒരു സാധാരണ വസ്തു, അതായത് രാജ്മ അവർ ചാവൽ. ഇത് കൂട്ടുകാരനായ മോർപാലിന് കണ്ടുമുട്ടിയപ്പോഴാണ് നമ്മുടെ ലേഖകന് മനസ്സിലായത്, ഞാൻ കൊണ്ടുവരുന്ന ഈ ഒരു സാധാരണ ആഹാരം മറ്റുള്ളവർക്ക് ഇത്രയും വിശേഷപ്പെട്ടതാണ്. അപ്പം മറ്റുള്ളവർക്ക് വിശേഷപ്പെട്ടതാകാൻ ഉള്ള കാരണം ആ ജീവിതത്തിലുണ്ടാകുന്ന ആ വ്യത്യാസമാണ്. നല്ല നിലയിൽ ജീവിക്കുന്നവരും അല്പം താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരും, അതാണ് നമ്മൾ ഇവിടെ നിന്നും മിഹിറിനെ പറ്റിയും മോർപാലിനെ പറ്റിയും മനസ്സിലാക്കേണ്ടത്. കഥാപാത്രങ്ങൾ തിരിഞ്ഞു പോകരുത്. നമ്മുടെ ലേഖകനാണ് മിഹിർ, കൂട്ടുകാരനാണ് മോർപാൽ. മോർപാലിനെ മേരി टिफिन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. മോർപാൽ മേരെ टिफिन ബോക്സ് में, എൻ്റെ ടിഫിൻ ബോക്സിൽ, രഖെ വച്ചിരിക്കുന്ന, രാജ്മ ഖാനെ സെ പഹലെ ഈ രാജ്മ കഴിക്കുന്നതിനേക്കാൾ മുൻപ്, പഹലെ മുൻപ്, കഫി ഒരിക്കലും, രാജ്മ ദേക്കാഫി നഹീം ഥ
ഈ രാജ്മ കണ്ടിട്ട് പോലുമില്ല. സമനിസി ചീസാണെന്ന് മുകളിലേ പറഞ്ഞു. ആ ഒരു സാധാരണ വീടുകളിൽ പാകം ചെയ്യുന്ന ഈ രാജ്മയും ചാവലും അത് മോർപ്പാല് ഈ കൂട്ടുകാരനായ മിഹിർ കൊണ്ടുവരുന്നതിന് മുൻപ് കണ്ടിട്ട് പോലുമില്ലായിരുന്നു. അതാണ് കൂട്ടുകാരൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം. വഹ് ഹമാരെ സ്കൂൾ കെ 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. വഹ് ഹമാരെ സ്കൂൾ കെ, അവൻ ഞങ്ങളുടെ സ്കൂളിൽ 15 കിലോമീറ്റർ ദൂർ കെ, 15 കിലോമീറ്റർ അകലെ, കിസി ഗാവ് സെ, ഏതോ ഗ്രാമത്തിൽ നിന്നും, സൈക്കിൾ ചലാത്ത, സൈക്കിൾ ചവിട്ടി, റോസ് എന്നും, സ്കൂൾ ആത്താഥ, സ്കൂളിൽ വരുമായിരുന്നു. മൈം ആജ് തക് നഹീം ജാൻ പായാ കി കൈസെ വഹ് ഉസ് चाच के डिब्बे को रोज 15 किलोमीटर बिना जराफी चलकाए लिए आता था. മയും ആജ് തക്, ഞാൻ ഇന്ന് വരെയും, നഹീൻ ജാൻ പായാക്കി, അറിഞ്ഞിരുന്നില്ല. ജാൻ പാന അറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. നഹീൻ ജാൻ പായാക്കി, ഞാൻ അറിഞ്ഞിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല. കൈസെ എങ്ങനെ, വഹുസ് ചാച്ച് കെ ഡിബേക്കോ, അവൻ ഈ മോരിൻ്റെ ഈ പാത്രം, ടിബെ, റോസ് എന്നും, 15 കിലോമീറ്റർ ബിനാ സെറാഫി, 15 കിലോമീറ്റർ, സെറാഫി അല്പം പോലും, ഇച്ചിരി പോലും, ബിനാ ചൽക്കായെ, ആ ചൽക്കായ എന്നുള്ള വേർഡിൻ്റെ കൂടെ ബിന എന്നുള്ള വേർഡ് ചേർത്ത് മീനിങ് പഠിക്കണം. അപ്പം ചൽക്കായ എന്ന് വെച്ചാൽ തുളുമ്പുക എന്നാണ്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കളയുക. അപ്പം ബിന ചൽക്കായെ, തുളുമ്പാതെ, കളയാതെ, അല്പം പോലും, സെറാഫി ബിന ചൽക്കായെ, അല്പം പോലും തുളുമ്പാതെ ആത്താത കൊണ്ടുവരുമായിരുന്നു. അപ്പം സൈക്കിളിലാണ് വരുന്നത്, ആ സൈക്കിളിൻ്റെ പിറകിലാണ് ഈ മോരിൻ്റെ പാത്രം ഇരിക്കുന്നത്. പക്ഷെ സ്കൂളിൽ വരുന്ന സമയത്ത് ഒരു ദിവസം പോലും അതിൽ നിന്നും ഒരു തുള്ളി പോലും തുളുമ്പാതെ സ്കൂളിൽ കൊണ്ടുവരിക. ഇത് എങ്ങനെ ഇങ്ങനെ സ്കൂളിൽ എത്തിക്കുന്നു എന്ന് എനിക്കിപ്പോൾ വരെയും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് ഈ കൂട്ടുകാരൻ മോർപ്പാൽ ഇത്ര ശ്രദ്ധയോടെ ഈ മോരിൻ്റെ പാത്രം സ്കൂളിൽ എത്തിക്കുന്നത്? അപ്പം നമുക്ക് 2 കാരണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, അത്രത്തോളം ബുദ്ധിമുട്ട്, ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു ദാരിദ്ര്യം. മറ്റൊന്ന്, കൂട്ടുകാരനായ മിഹിറിനോടുള്ള ആ ഒരു സ്നേഹം. കൊണ്ടുവരുന്ന അല്പം പോലും തുളുമ്പാതെ അത് കൂട്ടുകാരന് കൊടുക്കുക, ആ കൂട്ടുകാരനുണ്ടാകുന്ന അമിതമായ ഒരു സ്നേഹം. ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാസേജാണ്. ഇത്രയും വലിയ പാസേജാണ്. ഇതിലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ ഈ ആഹാരം പങ്കുവയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നല്ലൊരു വാർത്താലാപമുണ്ട്. അപ്പോൾ ഈ ആഹാരം പങ്കുവയ്ക്കുന്നതിൻ്റെ ആ വേർഡ് നിർബന്ധമായിട്ട് നല്ലതുപോലെ പഠിച്ചു വെക്കണം. അതായത് അത്തല ബത്തലി, നമ്മൾ നേരത്തെ കേട്ട് പരിചയമുള്ള വേർഡല്ല, അത് നിർബന്ധമായിട്ടും പഠിക്കണം. കൈമാറ്റം ചെയ്യുക എന്നാണ്. കൈമാറ്റം ചെയ്യുക, മാറ്റി വെക്കുക. പിന്നെ ഇപ്പോൾ അവസാനം പറഞ്ഞ ആ വേർഡും ചൽക്കായി, പുതിയൊരു വേർഡാണ്, തുളുമ്പുക, കളയുക. നമ്മളെന്തെങ്കിലും ആഹാരം എടുക്കുമ്പോൾ പറയാം കളയാതെ കൊണ്ടുപോയി എന്നൊക്കെ പറയും. അതിന് നമ്മൾ നല്ല രീതിയിൽ പറയുമ്പോൾ തുളുമ്പി പോവുക എന്ന് പറയും, നിറഞ്ഞ് തുളുമ്പുക. ആ തുളുമ്പുന്നതിൻ്റെ വാക്കാണ് ചൽക്കായി. അങ്ങനെ ആ 2 വേർഡും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊരെണ്ണമാണ് സൗഥ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കച്ചവടം എന്നുള്ള വേർഡാണ് നമ്മൾ പഠിച്ചത്. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷിയ അവർ ദീമക പാഠത്തിനകത്ത്. ഞങ്ങളുടെ ഒരു കച്ചവടമായിരുന്നു, വണ്ടിക്കാരനും പക്ഷിയും നമ്മളൊരു കച്ചവട രീതിയുണ്ട്. 2 ചിതൽ കൊടുക്കുമ്പോൾ ഒരു തൂവൽ അങ്ങോട്ട് അടർത്തി കൊടുക്കുക എന്നുള്ള ആ ഒരു കച്ചവടം. അവിടെ നമ്മൾ കച്ചവടം എന്നാണ് പഠിച്ചത്. അതേ വേർഡ് തന്നെ ഇവിടെയും വരുന്നത്. ഇവിടെ വരുമ്പോൾ വിനോദം എന്നുള്ള അർത്ഥത്തിൽ പഠിക്കണം. സൗഥ ഞങ്ങളുടെ ഒരു വിനോദമാണ്, കുട്ടികൾക്ക് ക്ലാസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമാണത്. ഒരാൾ കൊണ്ടുവരുന്ന ആഹാരം മറ്റൊരാൾക്ക് കൊടുക്കുക, അയാൾ കൊണ്ടുവരുന്നത് തിരിച്ച് സ്വീകരിക്കുക. അപ്പോൾ ഇവർ 2 പേരുടെയും ആ വരുന്ന വീടിൻ്റെ ആ സാഹചര്യമാണ് ആദ്യത്തെ പാസേജിൽ പറയുന്നത്.
ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകളും പിന്നെ ഈ ആഹാരം പങ്കുവയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വലിയ വാർത്താലാപമാണ് നമുക്ക് ആ പാസേജിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം നല്ലതുപോലെ വായിച്ചു നോക്കുക. അടുത്ത നമ്മൾ രണ്ടാമത്തെ പാസേജാണ്. അതും അല്പം ദൈർഘ്യമുള്ളതാ. അതുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകൾ വായിച്ച് മീനിങ് പറയാം. മൈം സ്കൂൾ ജാനെ മേം റോയാ കർത്ത. ഞാൻ സ്കൂളിൽ പോകാൻ കരയുമായിരുന്നു. നമ്മുടെ ലേഖകൻ്റെ കാര്യമാണ് പറയുന്നത്. ലേഖകൻ സ്കൂളിൽ പോകാൻ എല്ലാ ദിവസവും കരച്ചിലാണെന്ന്. റോസ് നയെ ബനായ കർത്ത और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाच करता. റോസ് ദിവസവും എന്നും നയെ ബനായ ഒഴിവ് കഴിവെന്നാണ് ഒരേ എക്സ്ക്യൂസുകൾ. എന്നും ഒരേ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് സ്കൂളിൽ പോകാതിരിക്കും. ഇനി ജബ് തേസ് ബാരിഷ് കെ ദിനോമേ, തേസ് ബാരിഷ് ഭയങ്കരമായ മഴ. ബാരിഷ് മഴ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച വേടാണ്. അത് തേസാണ് ഭയങ്കരമായ മഴ. കെ ദിനോമേ ആ ദിവസങ്ങളിൽ ഭയങ്കരമായ മഴയുള്ള ദിവസങ്ങളിൽ സ്കൂൾ കെ രാസ്തേമേ സ്കൂളിൻ്റെ വഴിയിൽ രാസ്തേ പാനി ഫർ ജാനേസെ വെള്ളം നിറയുന്നത് കൊണ്ട് ചുട്ടി ഹോ ജായ കർത്തീത്തോ അവധിയാകുമ്പോൾ അവധി ചുട്ടി ഹോ ജായ കർത്തി അവധിയാകുമ്പോൾ മൈ ഖർപ്പർ ഞാൻ വീട്ടിൽ നാച്ച് കർത്ത തുള്ളിച്ചാടുമായിരുന്നു. അപ്പം സ്കൂളിൽ ക്ലാസ് ഉള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറയുക. പുതിയൊരു വേട കിടക്കുന്നത് നയെ ബനായ എക്സ്ക്യൂസുകൾ പറയുക. അങ്ങനെ സ്കൂളിൽ പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കും. ചില ദിവസങ്ങളിൽ ഭയങ്കരമായ മഴയുണ്ടാകും. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളിന് അവധിയും കിട്ടും. ആ സമയവും എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ്. ഈ അവധി ദിനങ്ങളിലെല്ലാം ഞാൻ വീട്ടിൽ തുള്ളിച്ചാടുമായിരുന്നു. അതാണ് നാച്ച് കർത്ത, തുള്ളിച്ചാടുക. ലേക്കിൻ എന്നാൽ മൈം സമച്ച് നഹീം പാത്താ താ കി മോർപാൽ ബിനാ നാഗ റോസ് സ്കൂൾ ക്യോം ചലെ ആത്തെ थे. ലേക്കിൻ മൈ സമച്ച് നഹീം പാത്താ താ. എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മോർപാൽ. ഇനി ഈ മോർപാൽ എന്ന വ്യക്തി അല്ലാതെ ചില കൂട്ടുകാരെയും കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഈ ഡയലോഗ് പറയുന്നത്. അതിനാണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടിരിക്കുന്നത് അവർ ഉസ്കെ ജൈസെ മേരെ കൈ അവർ സഹപാഠി. ഉസ്കെ ജൈസെ അവനെ പോലെ, മേരെ കൈ അവർ സഹപാഠി എൻ്റെ മറ്റു കൂട്ടുകാരും. മോർപാലും അതേപോലെയുള്ള അവനെ പോലെയുള്ള എൻ്റെ മറ്റ് പല കൂട്ടുകാരും ബിനാ നാഗ ആബ്സെൻ്റ് ആകാതെ, ആബ്സെൻ്റ് വാക്കാണ് നാഗ, കൂടാതെ എന്നുള്ള മീനിങ് നമ്മൾ നേരത്തെ പഠിച്ച കഴിഞ്ഞ പാസേ പഠിച്ചാണ് ബിനാ ചേർക്കുന്നത്. ബിനാ ചൽക്കായെ തുളുമ്പാതെ, അതേപോലെ ബിനാ നാഗ ആബ്സെൻ്റ് ആകാതെ, റോസ് സ്കൂള് എന്നും സ്കൂളിൽ ക്യോം ചലെ ആത്തേത് എന്തുകൊണ്ടാ പോകുന്നത്. എൻ്റെ കൂട്ടുകാരൻ മാത്രമല്ല, മോർപ്പാൽ മാത്രമല്ല, ഇതേപോലെ എൻ്റെ പല കൂട്ടുകാരും ഉണ്ട്. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ആബ്സെൻ്റ് ആകാതെ ഇവരെന്തിനാ എല്ലാ ദിവസവും ഇങ്ങനെ സ്കൂളിൽ പോകുന്നത്. ഉൻകാ സ്കൂൾ കോ ലേക്കർ പ്രേം ഇത്തന ഗഹര ധാക്കി രവിവാർ की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. उनका स्कूल को लेकर അവർക്ക് സ്കൂളിനോടുള്ള പ്രേം സ്നേഹം ഇത്തന ഗഹര ഥാ ഇത്രയും ആഴത്തിലായിരുന്നു. ഗഹര ആഴത്തിൽ. എൻ്റെ കൂട്ടുകാരനായ മോർപ്പാലും പിന്നെ പേര് പറയുന്നില്ല അവനെ പോലുള്ള എൻ്റെ പല കൂട്ടുകാരും ഉണ്ട്. അവർക്ക് സ്കൂളിനോടുള്ള സ്നേഹം ഇത്രയും ആഴത്തിലായിരുന്നു. രവിവാർ കി ചുട്ടിക്കാ ദിൻ ഞായറാഴ്ച അവധിയുള്ള ദിവസം,
സ്കൂളിൽ ഞായറാഴ്ച അവധിയുള്ള ആ ഒരു ദിവസം. ഉൻകേലിയെ ഹഫ്തേക്ക, അവർക്ക് ആഴ്ചയിൽ, ഹഫ്തേക്ക ആഴ്ചയിൽ, സബ്സെ ബുരാ ദിൻ ഹുവാ കർത്ത, ഏറ്റവും മോശമായ ദിവസമാണ്. ബുരാദിൻ, ഏറ്റവും മോശമായ ദിവസം. അപ്പോൾ സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവമുള്ള ഒരു കുട്ടിയാണ് മോർപാൽ. മോർപാലിന് ഏറ്റവും മോശമായ ദിവസം ആഴ്ചയിൽ ഞായറാഴ്ചയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് സ്കൂളിൽ പോകാൻ പറ്റുകയില്ല. അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസമാണ് മോർപാലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം.